നമസ്കാരം മാന്യ പ്രേക്ഷകരെ, വലിയ സ്നേഹ നമസ്കാരം. ജയസൂര്യ സാർ ചാനലിലേക്ക് വലിയ സ്വാഗതം. സാർ, നമ്മള് ഇപ്പൊ പ്രബുദ്ധരാണല്ലോ, മലയാളികൾ പ്രബുദ്ധരാണല്ലോ. പക്ഷെ പ്രബുദ്ധ മലയാളിക്ക് രാഷ്ട്രപിതാവായിരുന്നോ അതല്ലെങ്കിൽ നമ്മുടെ രാജ്യം ഭരിക്കുന്ന പ്രധാനമന്ത്രി ആരെന്നോ രാഷ്ട്രപതി ആരെന്നോ ഇതൊന്നും അറിയാത്ത രീതിയിൽ പോയിക്കൊണ്ടിരിക്കുന്ന പുതിയ തലമുറയൊക്കെയാണ്. അതുകൊണ്ട് തന്നെ നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്ന ഒരു വാക്കാണ് ഇപ്പൊ കഴിഞ്ഞ ആഴ്ചയിലൊക്കെ GST പരിഷ്കരണം എന്നുള്ളതും. ഈ GST പരിഷ്കരണം എന്ന് കേൾക്കുമ്പോൾ സത്യത്തിൽ നമ്മുടെ നാട്ടിൽ ഇന്ന് മെസ്സി വരുമോ എന്നുള്ള ചർച്ചയാണ് ഇവിടെ പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത്. പക്ഷെ മറ്റുള്ള സംസ്ഥാനങ്ങളിലൊക്കെ എന്താണ് GST എന്നുള്ളതും എന്താണ് ഈ പരിഷ്കരണം വന്നതുകൊണ്ട് ഈ നാടിന് എന്താണ് ഗുണം എന്നുള്ളത് ചർച്ച ചെയ്ത് ജനങ്ങൾ ബോധവാന്മാരാകുമ്പോൾ നമ്മുടെ നാട് എത്രത്തോളം മതപ്പതിച്ചു എന്നുള്ളത് എടുത്തു പറയേണ്ടതാണ്. അതുകൊണ്ട് തന്നെ സാർ, ആദ്യം തന്നെ നമുക്ക് എന്താണ് സാർ GST എന്നുള്ളത് പ്രബുദ്ധ മലയാളിക്ക് പറഞ്ഞു കൊടുത്തിട്ട് അതിൽ നിന്ന് തന്നെ തുടങ്ങാം, അല്ലെ സാർ? അതെ അതെ അതായത് GST എന്ന് പറയുന്ന ഈ നികുതി വരുന്നതിന് മുൻപ് ഇന്ത്യയിൽ ഒരു സാധനം ഉൽപ്പാദിപ്പിച്ച് അത് ഒരിടത്ത് നിന്ന് മറ്റൊരിടത്തേക്ക് അയച്ച് അത് കടകളിൽ എത്തിച്ച് വിൽക്കണമെങ്കിൽ 40-ലധികം നികുതികൾ കൊടുക്കണമായിരുന്നു. നിരവധി ചെക്ക് പോസ്റ്റുകളിലൂടെ കടന്നുപോയി, നിരവധി പ്രദേശങ്ങളിലൂടെ കടന്നുപോയി അത് ഒരു സ്ഥലത്ത് നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് എത്താൻ വളരെയേറെ കാലതാമസം വരുമായിരുന്നു. ഒരു ഉദാഹരണം പറഞ്ഞാൽ, ബാംഗ്ലൂരിൽ നിന്ന്, അല്ല കേരളത്തിലെ ഉദാഹരണം പറയാം, തിരുവനന്തപുരത്ത് നിന്ന് ഒരു സാധനം കോഴിക്കോടേക്ക് എത്തണമെങ്കിൽ എന്ന് പറയുമ്പോൾ ആശയക്കുഴപ്പം വരും. കാരണം അതൊരു നമുക്കുള്ള ഒരു ഉദാഹരണമാണ്. ശരിക്കും ഓൾ ഇന്ത്യ തലത്തിൽ പറയുകയാണെങ്കിൽ ബാംഗ്ലൂരിൽ നിന്നും ഹൈദരാബാദിലേക്ക് 521 കിലോമീറ്റർ, അത്രയും ദൂരം ഒരു സാധനം എത്തണമെങ്കിൽ പഴയ കാലത്ത് GST വരുന്നതിന് മുമ്പ് എടുക്കുന്ന സമയത്തേക്കാൾ എളുപ്പത്തിൽ ബാംഗ്ലൂരിൽ നിന്നും ലണ്ടനിലേക്ക് അത് അയച്ചിട്ട് ലണ്ടനിൽ നിന്ന് ഹൈദരാബാദിലേക്ക് അയച്ചാൽ എത്തുമായിരുന്നു. ബാംഗ്ലൂർ ടു ലണ്ടൻ, ലണ്ടൻ ടു ഹൈദരാബാദ് ഒരാഴ്ച കൊണ്ടെത്തും. എന്നാൽ ബാംഗ്ലൂർ ടു ഹൈദരാബാദ് ഒരു മാസം എടുക്കുമായിരുന്നു. കാരണം 40ഓളം ചെക്ക് പോസ്റ്റുകൾ, അവിടെയെല്ലാം കൊടുക്കേണ്ട നികുതികളുടെ നിയമങ്ങൾ വ്യത്യസ്തമായിരുന്നു. ഇതുമൂലം നികുതി വളരെയേറെ കൂടുമായിരുന്നു, കാലതാമസം വളരെയേറെ കൂടുമായിരുന്നു, അഴിമതികൾ ധാരാളമായിരുന്നു. ഞാൻ ഓർക്കുന്നുണ്ട്, വാളയാർ ചെക്ക് പോസ്റ്റിലേക്ക് ഒരു പ്യൂണായിട്ട് ഒരാൾക്ക് ജോലി കിട്ടണമെങ്കിൽ 1 കോടി മുതൽ 2 കോടി രൂപ വരെ കൈക്കൂലി കൊടുക്കണമായിരുന്നു സ്ഥലം മാറ്റം കിട്ടാൻ. വാളയാർ ചെക്ക് പോസ്റ്റ് തമിഴ്നാടിനും കേരളത്തിനും ഇടയ്ക്കുള്ള ചെക്ക് പോസ്റ്റാണ്. അങ്ങനെയുള്ള 580 ചെക്ക് പോസ്റ്റ് ആയിരുന്നു ഇന്ത്യയിൽ ഉണ്ടായിരുന്നത്. അപ്പൊ ഒരു ചെക്ക് പോസ്റ്റിലെ പ്യൂണാണ്, അതിന് മുകളിൽ എത്രയോ ആൾക്കാരുണ്ട്, ഏറ്റവും കുറഞ്ഞ ആളാണ് പ്യൂണ്. ഈ പ്യൂണിന്റെ കൈക്കൂലി, പ്യൂണിന് അവിടെ ഒരു കൊല്ലം നിയമനം കിട്ടണമെങ്കിൽ, ഒരു കൊല്ലത്തേക്ക് നിയമനം കിട്ടണമെങ്കിൽ 1.5 കോടി 2 കോടിയായിരുന്നു കൈക്കൂലി കൊടുക്കേണ്ടത്. അപ്പൊ എത്ര കോടിയായിരിക്കും പ്യൂണിന്റെ വരുമാനം, കൈക്കൂലി വരുമാനം? പ്യൂണിന് അത്രയുമാണെങ്കിൽ ബാക്കിയുള്ളവരുടെ കൈക്കൂലി എത്രയായിരുന്നു? ഇതെല്ലാം ഈ GST വന്നതോടെ ഇല്ലാതായി. 580 ചെക്ക് പോസ്റ്റുകൾ ഇല്ലാതായി. ഒരു സ്ഥലത്ത് നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് സാധന സാമഗ്രികൾ എത്തിക്കാനുള്ള സമയം വളരെയേറെ കുറഞ്ഞു. പിന്നെ 40-ലധികം നികുതികളെല്ലാം പോയി ഒറ്റ നികുതിയായി മാറി. അതാണ് ഗുഡ്സ് സർവീസ് ടാക്സ് എന്ന് പറയുന്നത്, ഗുഡ്സ് ആൻഡ് സർവീസ് ടാക്സ് എന്ന് പറയുന്ന GST. അപ്പോൾ ഈ GST ആദ്യം ഏർപ്പെടുത്തിയ സമയത്ത് അതിന് 4 സ്ലാബുകളായിരുന്നു. 5%, 12%, 18%, 28%. ഇങ്ങനെയായിരുന്നു 4 സ്ലാബുകളായിരുന്നു. ഈ 4 സ്ലാബുകൾ നിശ്ചയിക്കുന്നത് ഇന്ത്യയിലെ 28 സംസ്ഥാനങ്ങളും അവിടുത്തെ ധനമന്ത്രിമാരും ഒന്നിച്ചിരുന്നുകൊണ്ട് എല്ലാവർക്കും യോജിക്കാൻ കഴിയുന്ന ഒരു നികുതി സമ്പ്രദായമാണ് GSTയിൽ രൂപപ്പെട്ടത്. 2017 മുതൽ നിലവിൽ വന്ന ഈ GST സമ്പ്രദായം ആദ്യത്തെ 5 കൊല്ലക്കാലത്തേക്ക് സംസ്ഥാനങ്ങൾക്ക് നികുതി വരുമാനത്തിൽ കുറവ് വരും എന്നുള്ള കാരണത്താൽ കേന്ദ്ര ഗവൺമെന്റ് സംസ്ഥാന ഗവൺമെന്റുകൾക്ക് കൂടുതൽ പണം അനുവദിച്ച് കൊടുക്കുമായിരുന്നു. ആദ്യത്തെ 5 വർഷം കഴിഞ്ഞു. അതിനുശേഷം പിന്നെ നികുതി മുന്നോട്ട് പോകുമ്പോൾ എല്ലാവരും പറഞ്ഞിരുന്നു ഈ നികുതിയുടെ ആഘാതം താങ്ങാൻ സംസ്ഥാനങ്ങൾക്ക് കഴിയില്ല എന്ന്. പക്ഷെ കേന്ദ്ര ഗവൺമെന്റ് ഉറച്ചു നിന്നു. തീർച്ചയായിട്ടും അത് താങ്ങാൻ കഴിയുമെന്നും കാലക്രമത്തിൽ ഇത് ലാഭകരമായി മാറുമെന്നും കൂടുതൽ വരുമാനം ഉണ്ടാകുമെന്നും കേന്ദ്ര ഗവൺമെന്റ് പറഞ്ഞു. പക്ഷെ ഇന്നത് യാഥാർത്ഥ്യമായിരിക്കുകയാണ്. ആ 2ാം ഘട്ടത്തിലേക്ക് വരുമ്പോൾ 4 സ്ലാബുകൾ എന്നുള്ളത് ഈ കഴിഞ്ഞ ദിവസം 2 സ്ലാബുകളായിട്ട് വെട്ടിക്കുറച്ചു. അതായത് ഇപ്പോൾ 12, 28 എന്നീ ശതമാനങ്ങളില്ല. അതുപോലെ തന്നെ
0% എന്ന മറ്റൊരു ശതമാനം കൂടെ കൊണ്ടുവന്നു. അപ്പൊ 3 സ്ലാബാണ്: 0%, 5%, 18%. അല്ലാതെ 28 ഇല്ല, 12 ഇല്ല. പക്ഷെ ഇവിടെ 40% മറ്റൊരു സ്ലാബ് കൊണ്ടുവന്നിട്ടുണ്ട്. ആ 40% എന്ന് പറയുന്നത് മദ്യം, പുകയില, അതുപോലെയുള്ള മാരകമായ ലഹരി വസ്തുക്കൾ ഇവയുടെ ഉപയോഗം തടയാൻ വേണ്ടിയാണ് ഈ 40% കൊണ്ടുവന്നിരിക്കുന്നത്. അപ്പോൾ അത്രയും ശരീരത്തിനും മനസ്സിനും ദോഷം ചെയ്യുന്ന ലഹരി വസ്തുക്കൾ ഉപയോഗിക്കണം എന്നുള്ളൊരു മാത്രം 40% അടച്ചാൽ മതി, അല്ലാത്തവരെ അത് ബാധിക്കുന്നില്ല. അപ്പോൾ ഇനി നമുക്ക് ഇതിന്റെ വിശദാംശങ്ങളിലേക്ക് വരുമ്പോൾ എങ്ങനെയാണ് ഈ GST ഇന്ത്യയിൽ ഇംപ്ലിമെന്റ് ആയത് എന്ന് പറയാം. കേന്ദ്ര സർക്കാർ ഈ 2ാം പരിഷ്കരണം കൊണ്ടുവരുമ്പോൾ, അതായത് 4 സ്ലാബുകൾ 2 സ്ലാബുകളായി വെട്ടിക്കുറയ്ക്കുകയും 0% എന്നൊരു സ്ലാബ് കൂടെ കൊണ്ടുവരികയും ചെയ്തപ്പോൾ കേന്ദ്ര സർക്കാരിനുണ്ടായ നഷ്ടം 48,000 കോടി രൂപയാണ്. ഈ നഷ്ടം കേന്ദ്ര സർക്കാർ സഹിച്ചുകൊണ്ടാണ് ഈ നികുതി പരിഷ്കരണം കൊണ്ടുവരുന്നത്. അങ്ങനെ ഈ നികുതി പരിഷ്കരണം, GST പരിഷ്കരണം കൊണ്ടുവരുമ്പോൾ 2 ലക്ഷം കോടി രൂപയാണ് ജനങ്ങളുടെ കയ്യിലേക്ക് അധികമായിട്ട് എത്തുന്നത്. അതെങ്ങനെയാണ് ഈ 2 ലക്ഷം കോടി രൂപ ജനങ്ങൾക്ക് കിട്ടുക? അതാണ് ഞാനിവിടെ അക്കമിട്ട് വിശദീകരിക്കാൻ പോകുന്നത്. സാധനങ്ങളുടെ വില കുറയുമ്പോൾ ആ വിലക്കുറവിന്റെ ഫലമായി ജനങ്ങളിലേക്ക് കിട്ടുന്ന പണമാണ് 2 ലക്ഷം കോടി രൂപ. പറയുമ്പോൾ എളുപ്പത്തിൽ കഴിഞ്ഞു, പക്ഷേ ഈ 2 ലക്ഷം കോടി എന്നൊക്കെ പറയുന്നത് വലിയ തുകയാണ്. സങ്കല്പിക്കാനൊന്നും പറ്റുന്ന തുകയല്ല, അത്ര വലിയ തുകയാണ്. അതെങ്ങനെയാണ് വരുന്നത് എന്ന് ഞാൻ പറയാം. പ്രധാനമായിട്ടും സാധാരണക്കാർക്ക് 16 മേഖലകളിലൂടെയാണ് ഈ വിലക്കുറവ് ലഭിക്കുന്നത്. അതായത് വീട് പണിയുക, വാഹനങ്ങൾ മേടിക്കുക, മരുന്ന് കഴിക്കുക, ഹോട്ടലിൽ താമസിക്കുക, യാത്ര ചെയ്യുക, ഇൻഷുറൻസിന്റെ പോളിസി എടുക്കുക, കിടപ്പ് രോഗികളായിരിക്കുക, പഴയ വാഹനം മേടിച്ച് അത് ഓടിക്കുന്നവരുണ്ടെങ്കിൽ വാഹന ഉടമകൾ, കൃഷിക്കാർ, വിദ്യാർത്ഥികൾ, യാത്ര ചെയ്യുമ്പോൾ ഭക്ഷണം കഴിക്കുന്നവർ, ഹോട്ടലിൽ താമസിക്കുന്നവർ, ജിംനേഷ്യം നടത്തുന്നവർ, യോഗ സെന്റർ നടത്തുന്നവർ, ബ്യൂട്ടി പാർലർ നടത്തുന്നവർ, ബാർബർ ഷോപ്പ് നടത്തുന്നവർ, ഇതൊക്കെയാണ് ഈ എടുത്തു പറയാത്തക്ക മേഖലകൾ. ഇനിയുമുണ്ട് ധാരാളം, പക്ഷെ ഞാൻ പ്രധാനപ്പെട്ട മേഖല, ഏറ്റവും വലുത് വീട്ടമ്മമാർ, അതായത് അടുക്കളയിൽ ഉള്ള അങ്ങനെയുള്ള കാര്യങ്ങൾ. ഇനി ഇതിൽ ഓരോന്നിലും വരുന്ന ലാഭം എത്രയാണ് എന്ന് നമുക്ക് നോക്കാം. ഇപ്പൊ വീട് നിർമ്മിക്കുമ്പോൾ ഒരു ചാക്ക് സിമന്റിന് 35 രൂപ മുതൽ 55 രൂപ വരെ കുറയും. വാർക്ക കമ്പിക്ക് 8 രൂപ മുതൽ 11 രൂപ വരെ ഒരു കിലോയിൽ കുറയും. പെയിന്റ് അടിക്കുമ്പോൾ 1 ലിറ്റർ പെയിന്റിന് 60 രൂപ വരെ കുറയും. പിന്നെ നമ്മുടെ എംസാൻഡ്, അതുപോലെ തന്നെ കോൺക്രീറ്റ് മിക്സ്, ഇതിനൊക്കെ 28% ഉണ്ടായിരുന്ന നികുതി 18% കുറയും. അപ്പൊ അതനുസരിച്ച് അതും കുറയും. അപ്പൊ ഈ കണക്കുകൾ അങ്ങനെയൊക്കെ വിശദീകരിച്ച് പോയാൽ നമുക്കത് കണക്കൂട്ടിയെടുക്കാൻ പറ്റില്ല. പെട്ടെന്ന് പറഞ്ഞാൽ 3 ബെഡ്റൂമും ഒരു അടുക്കളയും ഒരു ഹാളുമുള്ള 3 BHK എന്ന് പറയുന്ന ഒരു വീട് പണിയുന്ന ഒരാളിന് 2 ലക്ഷം രൂപ മുതൽ 4 ലക്ഷം രൂപ വരെ ലാഭം കിട്ടും. അതായത് സാധാരണ ഒരു മലയാളി ഒരു വീട് 3 മുറിയുള്ള 3 ബെഡ്റൂം ഉള്ള ഒരു വീട് വെക്കുന്ന ആളിന് 2 ലക്ഷം മുതൽ 4 ലക്ഷം രൂപ വരെ കുറവ് കിട്ടും. അങ്ങനെ പറയുമ്പോൾ നമുക്ക് പെട്ടെന്ന് മനസ്സിലാവും. മറ്റൊന്ന്, കാറ് മേടിക്കുന്നവര്. ഇപ്പോ സാധാരണ ഇടത്തരം കാറുകൾ, ചെറുകിട കാറുകൾ, അതായത് ഒരു 50 ലക്ഷം രൂപയ്ക്ക് മുകളിലോട്ടുള്ളതല്ല പറയുന്നത്, ഒരു 5 ലക്ഷം മുതൽ 15 ലക്ഷം അല്ലെങ്കിൽ 20 ലക്ഷം വരെ വിലയുള്ള കാറുകൾ മേടിക്കുന്നവർക്ക് 4 ലക്ഷം രൂപ വരെ വില കുറയും. 40,000 മുതൽ 4 ലക്ഷം രൂപ വരെ വില കുറയും. അല്ലെ, ഓരോ കമ്പനിയുടെയും പ്രത്യേകിച്ച് എടുത്തു പറഞ്ഞ് ഞാൻ സമയം കളയുന്നില്ല. ഇപ്പൊ മാരുതി ഒക്കെ ആണെങ്കിൽ ഒരു 40,000 മുതൽ 1,20,000 രൂപ വരെ വില കുറയും. ടൊയോട്ടയുടെ ഫോർച്യൂണർ ഒക്കെ ആണെങ്കിൽ ഒരു 4 ലക്ഷം രൂപ വരെ കുറയും. കിയ കമ്പനിയുടെ കാർണിവൽ ആണെങ്കിൽ 4 ലക്ഷത്തിന് മുകളിൽ കുറയും. പിന്നെ ഹുണ്ടായി അങ്ങനെയൊക്കെയുള്ള വണ്ടികളുടെ ആണെങ്കിൽ ഒരു 2.5 ലക്ഷം 2.25 ലക്ഷം രൂപ വരെ കുറയും. അങ്ങനെ ഓരോന്നും എടുത്തു നോക്കുമ്പോൾ അതിന് വേരിയന്റ് അനുസരിച്ച് വ്യത്യാസം വരും, മോഡൽ അനുസരിച്ച് വ്യത്യാസം വരും. ചുരുക്കി പറഞ്ഞാൽ ഏറ്റവും കുറഞ്ഞ 40,000-ഉം ഒരു കൂടുതൽ വന്നാൽ ഒരു 4.5 ലക്ഷം വരെ കാറ് പുതിയത് മേടിക്കുമ്പോൾ വില കുറയും. അപ്പൊ പുതിയ കാറ് മേടിക്കുമ്പോൾ വില കുറയും എന്ന് പറഞ്ഞാൽ പഴയ കാറിന്റെയും വില കുറയും എന്ന് നമ്മൾ മനസ്സിലാക്കണം. കാറിന്റെ മൊത്തം വിലയാണ് കുറയാൻ പോകുന്നത്. ഇനി മരുന്ന് കഴിക്കുന്നവർ, അത് നികുതി എന്ന് പറയുന്നത് 12%
ജീവൻ രക്ഷാ മരുന്നുകൾ 33 ജീവൻ രക്ഷാ മരുന്നുകളുടെ നികുതിക്കായിട്ട് എടുത്തു കളഞ്ഞു. അപ്പോൾ 0 നികുതിയാണ് അതിന് വരുന്നത്, നികുതിയില്ല. പിന്നെ 18%, 28% ഒക്കെ നികുതി ഉണ്ടായിരുന്ന മഹാഭൂരിപക്ഷം എന്ന് പറഞ്ഞാൽ ഏതാണ്ട് 99% മരുന്നുകളുടെയും നികുതി 5% കുറച്ചു. അപ്പോൾ എത്ര വലിയ കുറവാണ് മരുന്നിന്റെ വരുന്നത്. അതായത് മരുന്നുകളുടെ ഈ കുറവിനെ പോലെ തന്നെ സർജിക്കൽ ഉപകരണങ്ങൾ, ആശുപത്രി ഉപകരണങ്ങൾ, സാനിറ്ററി നാപ്കിൻ, പിന്നെ പഞ്ഞി, നമ്മൾ സർജിക്കൽ കാര്യങ്ങൾക്ക് വേണ്ടി ഉപയോഗിക്കുന്ന പഞ്ഞി, ഷുഗർ നോക്കാൻ ഉപയോഗിക്കുന്ന ഗ്ലൂക്കോമീറ്റർ, പ്രഷർ ഉണ്ടോ എന്ന് നോക്കാൻ ഉപയോഗിക്കുന്ന BP അപ്പാരറ്റക്സ്, ഇവയ്ക്കെല്ലാം 18% നികുതി ഉണ്ടായിരുന്നത് 5% കുറഞ്ഞു. അങ്ങനെ വരുമ്പോ ഉണ്ടാകുന്ന മാറ്റം എന്താണെന്ന് പറയാം. ഇപ്പൊ നമ്മളൊരു വീട്ടിലെ ഒരു രോഗിയുണ്ട്, ഇനി രോഗി അല്ലാത്തവരുണ്ട്, മരുന്ന് സ്ഥിരമായിട്ട് കഴിക്കണം, അങ്ങനെ നിർബന്ധമുള്ളവരുണ്ട്. അവരുടെ ഒരു മാസത്തെ ചെലവ് 500 രൂപ മുതൽ 2000 രൂപ വരെയാണ് കുറയുന്നത്. അപ്പൊ രോഗികളെ സംബന്ധിച്ച് മാസം 500 രൂപ മുതൽ 2000 രൂപ വരെ കുറയും. ഇതുപോലെ തന്നെയാണ് ഇൻഷുറൻസ്, മെഡിക്കൽ ഇൻഷുറൻസ്, ലൈഫ് ഇൻഷുറൻസ്, ഇങ്ങനെയുള്ള മേഖലയിൽ GST എടുത്തു കളയും. അപ്പോൾ ഏതൊരു വ്യക്തിക്കും ഇപ്പോൾ പോളിസി എടുക്കാനായിട്ട് വലിയ തുക കൊടുക്കേണ്ടി വരുന്നില്ല. ഇതാണ് അതിന്റെ ഒരു പ്രധാനപ്പെട്ട കാര്യം. അടുത്തത് ജീവിത നിലവാരം ഉയർന്നു എന്നുള്ളതാണ്. അപ്പോ ജീവിത നിലവാരം ഉയർത്തുക എന്ന് പറഞ്ഞാൽ സാധാരണക്കാരന്റെ ജീവിത ശൈലിയിൽ അവന്റെ വീട്ടിലേക്ക് ഇപ്പൊ എയർ കണ്ടീഷൻ, AC വെക്കുമ്പോൾ, പുതിയ TV മേടിക്കുമ്പോൾ, പുതിയ കാറ് മേടിക്കുമ്പോൾ, ബൈക്ക് വാങ്ങിക്കുമ്പോൾ, അടുക്കളയിലെ യന്ത്രോപകരണങ്ങൾ, അടുക്കളയിൽ എന്തുമാത്രം യന്ത്രോപകരണങ്ങളുണ്ട്, ഫ്രിഡ്ജ് ഉണ്ട്, മിക്സി ഉണ്ട്, ഗ്രൈൻഡർ ഉണ്ട്, ഓവൻ ഉണ്ട്, കുക്കിംഗ് റേഞ്ച് ഉണ്ട്, ഡ്രയർ ഉണ്ട്, ഡിഷ് വാഷർ ഉണ്ട്, ഇങ്ങനെ ഒരു 10-20 തരം യന്ത്രങ്ങളെങ്കിലും നമ്മൾ അടുക്കളയിൽ ഇപ്പോൾ ഉപയോഗിക്കുന്നുണ്ട്. അപ്പോൾ ഇതിനൊക്കെ ഉണ്ടായിരുന്ന നികുതി 28% നിന്ന് 18% കുറഞ്ഞു. അങ്ങനെ വരുമ്പോൾ ഒരു വീട്ടമ്മയ്ക്ക് ഒരു അടുക്കള സെറ്റ് ചെയ്യുന്നിടത്ത് ഇപ്പോൾ ഏറ്റവും കുറഞ്ഞത് 40,000 രൂപ മുതൽ 2 ലക്ഷം രൂപ വരെ അടുക്കള സെറ്റ് ചെയ്യുമ്പോൾ തന്നെ ചെലവ് കുറയുന്നുണ്ട്. ഇനി നമ്മൾ യാത്ര ചെയ്യുമ്പോൾ ഹോട്ടലുകളിൽ ഉറങ്ങുന്ന, ലോഡ്ജുകളിൽ മുറി എടുക്കുന്നു എന്നിരിക്കട്ടെ, 7500 രൂപ വരെയുള്ള ഹോട്ടൽ മുറികളുടെ വാടക 28% ടാക്സിൽ നിന്ന് കേവലം 5% ടാക്സ് ആയിട്ട് കുറച്ചു. അപ്പൊ നമ്മളിപ്പോ യാത്ര ചെയ്യുന്ന സമയത്ത് വലിയ നഗരങ്ങളിലൊക്കെ ആണെങ്കിൽ, ഇപ്പോൾ ഡൽഹിയിലൊക്കെ പോയാൽ ഒരു ശരാശരി ഒരു ദിവസത്തെ ഒരു മുറി വാടക, ഒരു AC മുറി വാടക എന്ന് പറയുമ്പോൾ 6000 മുതൽ മുകളിലേക്കാണ്. പക്ഷെ ഇവിടെ പറഞ്ഞിരിക്കുന്നത് 7500 അപ്പോൾ ഇന്ത്യയിലെ ഏത് നഗരങ്ങളിലും പോയി ഒരു ദിവസം നമ്മൾ രാത്രിയിൽ കിടക്കണമെങ്കിൽ ഒരു 6000 മുതൽ മുകളിലേക്ക്, ഒരു 6000, 7000, 7500, 6500 ഒക്കെ റേറ്റ് ആണ്. അങ്ങനെ വരുമ്പോ ഈ നികുതി 5% കുറച്ചു. 28% ടാക്സ് ഉണ്ടായിരുന്നത് 5% കുറച്ചു. അപ്പൊ നമ്മളൊരു ഹോട്ടലിൽ മുറി എടുക്കുമ്പോൾ ഏറ്റവും കുറഞ്ഞത് 250 രൂപ മുതൽ 2250 രൂപ വരെയാണ് കുറവ് വരുന്നത്. ഇനിയിപ്പോ ജിംനേഷ്യം, യോഗ സെന്റർ, ഇവരൊക്കെ പോകുന്നവർക്ക് അതിന്റെ ചാർജില് ഇതേപോലെ തന്നെ നികുതി നിരക്ക് 28% നിന്ന് 5% കുറഞ്ഞു. ഉദാഹരണത്തിന് ജിംനേഷ്യത്തിൽ പോകുന്നു ഒരാള്, ജിംനേഷ്യത്തിൽ പോകുമ്പോൾ മാസത്തെ അവിടെ കൊടുക്കേണ്ട ചാർജ് 3000 രൂപയാണെന്നിരിക്കട്ടെ, അത് ഇനി 2000 രൂപയ്ക്ക് താഴേക്ക് വരികയാണ്. 5000 രൂപയാണെങ്കിലോ 3000 രൂപയിലേക്ക് വരികയാണ്. ബ്യൂട്ടി പാർലറിൽ പോകുന്നു. ഇപ്പോ ബ്യൂട്ടി പാർലറിലൊക്കെ പോകുന്ന സ്ത്രീകൾക്ക് അറിയാം, ഒരു തവണയൊന്ന് പോയി മുഖം മിനുക്കി വരുമ്പോൾ ഒരു 500 രൂപയാവും. ആ 500 രൂപ എന്നുള്ളത് ഇപ്പൊ പെട്ടെന്ന് 400, 350 രൂപയായിട്ട് താഴാൻ പോവാണ്. പിന്നെ ഇതൊക്കെ അവിടെ ചെന്ന് പറയണം, എങ്കിലേ അവർ കുറയ്ക്കുള്ളൂ എന്ന് മാത്രം. അതായത് ഇതിന്റെയൊക്കെ നികുതി 5% കുറച്ചല്ലോ, അതുകൊണ്ട് ചാർജ് കുറയ്ക്കുന്നില്ല എന്ന് ചോദിക്കണം. ഇനി മറ്റൊരു മേഖലയിലേക്ക് നോക്കുകയാണെങ്കിൽ കർഷകര് ഏറ്റവും വലിയ ആശ്വാസം കിട്ടുന്നത് കർഷകർക്കാണ്. അപ്പൊ കർഷകര് വളം, കീടനാശിനി, ട്രാക്ടർ, ജലസേചന ഉപകരണങ്ങൾ, ട്രാക്ടറിന്റെ ടയറ്, ഇങ്ങനെയൊക്കെയുള്ള നിരവധി കാര്യങ്ങൾ അതിന് നികുതി കുറച്ചു. ഈ നികുതി കുറവെന്ന് പറയുമ്പോൾ ഒരു ട്രാക്ടർ പുതുതായിട്ട് മേടിക്കുകയാണെങ്കിൽ 65,000 രൂപ മുതൽ 1 ലക്ഷം രൂപ വരെ വില കുറയും. അതേപോലെ തന്നെ ഇപ്പോൾ ഞാൻ പറഞ്ഞ ഉപകരണങ്ങൾ, ഇപ്പൊ ജലസേചനത്തിന് വേണ്ടിയിട്ടുള്ള ഉപകരണങ്ങൾ, പമ്പ്, പൈപ്പ്, അങ്ങനെയുള്ള കാര്യങ്ങൾ, ഇതിന്റെയൊക്കെ 5% കുറച്ചിരിക്കുന്നത്. 28%, 18% കിടന്നത് 5%. ചുരുക്കി പറഞ്ഞാൽ ഒരു ഹെക്ടർ ഭൂമിയുള്ള ഒരു കർഷകൻ ഈ ഇനത്തിൽ തന്നെ ഒരു വർഷം 5000 രൂപ മുതൽ 1.5 ലക്ഷം രൂപ വരെ ലാഭം കിട്ടും ഒരു കർഷകനെ സംബന്ധിച്ച്.
അത് ഓരോരുത്തരുടെ ഉപയോഗം ഓരോ രീതിയിലാണ്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഏറ്റവും കുറഞ്ഞത് 5000, ഏറ്റവും കൂടിയ രീതിയിലാണെങ്കിൽ 1,50,000 രൂപ വരെ കുറവ് കിട്ടും. ഇനി വാഹനങ്ങൾ പുതുതായിട്ടല്ല, പഴയ വാഹനങ്ങൾ ഉപയോഗിക്കുന്നവർക്ക് സ്പെയർ പാർട്സിന്റെ ടാക്സ് 28% നിന്ന് 18% കുറച്ചു. അങ്ങനെ വരുമ്പോൾ ഒരു ഓട്ടോറിക്ഷ ഒരു കൊല്ലം ഓടിക്കുന്ന ഒരാളിന് സ്പെയർ പാർട്സ് ഇനത്തിൽ വരുന്ന ചെലവില് ഏതാണ്ട് 3000 രൂപയോളം കുറവ് വരും. ഇത് ടിപ്പർ ലോറിക്കാണെങ്കിൽ 3 ലക്ഷം രൂപ വരെ കുറവ് വരും. അപ്പോൾ ഓട്ടോറിക്ഷ മുതൽ ടിപ്പർ ലോറി വരെയുള്ളവർക്ക്, നിലവിൽ അത് ഉപയോഗിക്കുന്നവർക്ക് 3000 രൂപ മുതൽ 3 ലക്ഷം രൂപ വരെ ടാക്സ് ഇനത്തിൽ കുറവ് വരുന്നുണ്ട്. ഇനി വിദ്യാർത്ഥികൾക്ക് പഠനോപകരണങ്ങളുടെ ടാക്സ് പരിപൂർണമായിട്ട് എടുത്തു കളഞ്ഞു. അപ്പൊ വീട്ടിൽ പഠിക്കുന്ന പിള്ളേരൊക്കെ ഉണ്ടെങ്കിൽ രക്ഷിതാക്കളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് പ്രതിമാസം ഒരു 300-400 രൂപയുടെ കുറവ് എന്ന് പറയുമ്പോൾ, ഒരു വർഷം എന്ന് പറയുമ്പോൾ ആയിരക്കണക്കിന് രൂപയുടെ കുറവ് വരുന്നുണ്ട്. ഇനി ഹോട്ടൽ ഭക്ഷണത്തില് ധാരാളം കുറവ് വരുത്തിയിട്ടുണ്ട് ടാക്സ്. ഇപ്പൊ പറാത്ത, ചപ്പാത്തി, പിസ്സ, ബ്രെഡ് എന്നിവയുടെ നികുതി പരിപൂർണമായിട്ട് എടുത്തു കളഞ്ഞു. 100% എടുത്തു കളഞ്ഞു. ഇപ്പൊ 0% ഉള്ളൂ. പാലുൽപ്പന്നങ്ങൾ, പനീർ, ചീസ്, ഐസ്ക്രീം, കെച്ചപ്പ്, ബിസ്ക്കറ്റ്, ഡ്രൈ ഫ്രൂട്ട്സ്, കറിക്കൂട്ടുകള്, കോഫി, ചോക്ലേറ്റ് ഇവയ്ക്കൊക്കെ 18% ഉണ്ടായിരുന്നത് വെറും 5% കുറച്ചു. ഇങ്ങനെയൊക്കെ പറയുന്നതിന്റെ എളുപ്പം ഞാൻ പറയാം. ഇപ്പൊ 4 പേരുള്ള ഒരു കുടുംബം ഒരു ഫുൾ ഡേ ആൻഡ് നൈറ്റ് 24 മണിക്കൂർ യാത്ര ചെയ്യുകയാണ് എന്നിരിക്കട്ടെ. അങ്ങനെ യാത്ര ചെയ്യുന്ന സമയത്ത് ഭക്ഷണം പുറത്തുനിന്ന് കഴിക്കാനേ പറ്റൂ. അങ്ങനെ ഭക്ഷണം കഴിക്കുമ്പോൾ 24 മണിക്കൂർ നേരം 4 പേരുള്ള ഒരു കുടുംബം ഭക്ഷണം കഴിക്കുമ്പോൾ ടാക്സ് ഇനത്തില് അവർക്ക് 300 രൂപ മുതൽ 1200 രൂപ വരെ കുറവ് കിട്ടും. അപ്പൊ ഒരു യാത്രക്കൊക്കെ പോവാണ്, ഒന്ന് ഗുരുവായൂർക്ക് പോയി അല്ലെ മൂകാംബികയ്ക്ക് പോയിട്ടൊക്കെ വരുമ്പോഴത്തേക്കും ഭക്ഷണം കഴിക്കുമ്പോൾ തന്നെ 300 രൂപ മുതൽ 1200 രൂപ വരെയാണ് ഒരു കുടുംബത്തിന് ലാഭം കിട്ടുന്നത്. അപ്പോ പലപ്പോഴും പലരും ചോദിക്കാറുണ്ട്, ഇതൊക്കെ പറയുന്നതൊക്കെ ശരിയാണ്, പക്ഷേ ഇങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ സർക്കാരിന് വലിയ നഷ്ടം വരുന്നത് കൊണ്ട് സർക്കാർ ചാർജുകളും സെസ്സുകളും ഇൻഡയറക്റ്റ് ആയിട്ടുള്ള നികുതിയും ഒക്കെ അടിച്ചേൽപ്പിച്ചുകൊണ്ട് ഇത് ഈടാക്കുകയില്ലേ, അല്ലെങ്കിൽ സർക്കാരിന് നഷ്ടം വരില്ലേ എന്ന് ചോദിക്കും. ഇപ്പൊ കേരളത്തിന്റെ ധനകാര്യമന്ത്രി ബാലഗോപാൽ പറഞ്ഞു, നമുക്ക് 10,000 കോടി കേരളത്തിന് നഷ്ടം വരുമെന്ന് പറഞ്ഞു. അവിടെ പോയി നീതി ആയോഗിന്റെ അല്ലെങ്കിൽ GST കൗൺസിലിൽ ഇരുന്നപ്പോൾ ഇതൊന്നും മിണ്ടിയില്ല. അവിടെ നിന്ന് നല്ലതാണ്, ഗംഭീരാന്ന് പറഞ്ഞു. കേരളത്തിൽ വന്നിട്ട് പറഞ്ഞു 10,000 കോടി പോവില്ല. എന്തുകൊണ്ടാന്ന് ഞാൻ പറയാം. ഇത്രയും വില കുറയുമ്പോൾ ഇത് വാങ്ങുന്ന ആൾക്കാരുടെ എണ്ണം കൂടും. ഇന്ത്യയിലെ മധ്യവർഗക്കാരുടെ എണ്ണം ഇപ്പൊ 50 കോടിയാണ്. 146 കോടി ജനസംഖ്യയുള്ള ഇന്ത്യയിൽ 50 കോടി മധ്യവർഗമുണ്ട്. അമേരിക്കയിൽ എത്രയാണെന്നറിയാവോ? 17 കോടിയേ ഉള്ളൂ. അമേരിക്കയിലെ മധ്യവർഗം എന്ന് പറഞ്ഞ് 17 കോടിയേ ഉള്ളൂ. റഷ്യയിലെ മധ്യവർഗം എന്ന് പറയുന്നത് 7 കോടിയാണ്. ജപ്പാനിൽ അത് 11 കോടിയാണ്. എന്നാൽ ഇന്ത്യയിൽ 50 കോടിയുണ്ട്. ചൈനയിൽ 60 കോടിയുണ്ട്. എന്താണ് ഈ മധ്യവർഗം എന്ന് പറയുന്നത്? നമ്മൾ ഇപ്പോൾ ഇവിടെ വിശദീകരിച്ച് ഇത്രയും സാധനങ്ങളെല്ലാം വാങ്ങി ഉപയോഗിക്കാൻ ശേഷിയുള്ളവരെയാണ് മധ്യവർഗം എന്ന് പറയുന്നത്. അപ്പോൾ ആ മധ്യവർഗത്തിന്റെ കയ്യിലേക്ക് 2 ലക്ഷം കോടി രൂപയുടെ അധിക വരുമാനം വരുമ്പോൾ, ആ 2 ലക്ഷം കോടി രൂപയുടെ അധിക വരുമാനം വരുമ്പോൾ അവർ പർച്ചേസ് ചെയ്യും, അവർ കൂടുതൽ സാധനം വാങ്ങും. അപ്പോൾ ഈ പറഞ്ഞ എല്ലാ സാധനങ്ങൾക്കും ഡിമാൻഡ് കൂടും. അങ്ങനെ ഡിമാൻഡ് കൂടുമ്പോൾ കൂടുതൽ തൊഴിലവസരങ്ങൾ ഉണ്ടാകും, ഉൽപാദനം വർദ്ധിക്കും. അങ്ങനെ വരുന്ന ഉൽപാദന വർധനവിൽ നിന്ന് ഈ GSTയിൽ കൂടി സംസ്ഥാനങ്ങൾക്കും കേന്ദ്രത്തിനും കിട്ടുന്നതായ വരുമാനം, ആ വരുമാനം തന്നെ ഈ 48,000 കോടി രൂപയ്ക്ക് കൂടുതൽ വരുമാനം ഉണ്ടാവും. അപ്പൊ ശരിക്കും പറഞ്ഞാൽ എക്കണോമിയുടെ, ഇൻഡസ്ട്രിയുടെ, പ്രൊഡക്ഷന്റെ, സെയിൽസിന്റെ, മാർക്കറ്റിംഗിന്റെ, കൺസ്യൂമർ ഗുഡ്സിന്റെ എല്ലാ മേഖലയിലും ഉണ്ടാകുന്ന വളർച്ചയും വികാസവും ഈ സാമ്പത്തിക പ്രശ്നം പരിഹരിക്കും. അതുകൊണ്ട് അധികമായ സെസ്സോ ചാർജോ ഒന്നും അടിച്ചേൽപ്പിക്കേണ്ടി വരില്ല. അല്ലാതെ തന്നെ സംസ്ഥാനത്തിനും കേന്ദ്രത്തിനും ആവശ്യത്തിന് പണം കിട്ടും എന്നുള്ളതാണ് ഈ GST കുറച്ചതിന്റെ ഏറ്റവും വലിയ നേട്ടം. പിന്നെ ഇതിൽ നിന്ന് നമുക്ക് സാധാരണ ചോദിക്കാം, ഇന്നലെ ഒരാൾ എന്നോട് ചോദിച്ചു, ഇതൊക്കെ പറയുന്നത് ശരിയാണ്. അപ്പൊ ഞാൻ ഈ വിഷയം ഇന്നലെ എവിടെയോ ഒരിടത്ത് പറഞ്ഞപ്പോ അത് കേട്ട ആൾക്കാർ എന്നോട് പറഞ്ഞു, വടക്കാഞ്ചേരിയിൽ നിന്ന് ഒരാൾ എന്നെ വിളിച്ചിട്ട് ചോദിച്ചു, ഞാൻ കടയിൽ പാല് മേടിക്കാൻ ചെന്നപ്പം വില കുറഞ്ഞില്ലല്ലോ, GST കുറയ്ക്കുമ്പോൾ വില കുറയേണ്ടതല്ലേ, അതുപോലെ ചീസ് മേടിച്ചപ്പോ, ബേക്കറി സാധനം മേടിച്ചപ്പോ, ഇന്ന ഗുഡ്സ് മേടിച്ചപ്പോ കുറഞ്ഞില്ലല്ലോ എന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ ചോദിച്ചു, എന്തുവാ അവർ പറഞ്ഞത്? അവർ പറഞ്ഞത് ഇത് പഴയ സ്റ്റോക്കാണ്, സ്റ്റോക്ക് വിറ്റ് തീരുന്നത് വരെ ഈ വിലയാണ്. അപ്പൊ ഞാൻ ചോദിച്ചു, തിരിച്ചാണ് സംഭവിക്കുന്നെങ്കിലോ? വില കൂട്ടുകയാണെന്നിരിക്കട്ടെ,
അപ്പോ നികുതി കൂട്ടി വില കൂടുന്ന സമയത്ത് ഏതെങ്കിലും കടക്കാരൻ പറയാനുണ്ടോ കഴിഞ്ഞ ഒരു ദിവസം അടുത്ത ഒരു മാസത്തേക്കുള്ള സ്റ്റോക്ക് എന്റെ കയ്യിലുണ്ട്, അതുകൊണ്ട് വില ഇപ്പൊ കൂട്ടുന്നില്ല, അത് വിറ്റ് തീരട്ടെ? ഒരു കടക്കാരനും പറയാറില്ലല്ലോ. നികുതി കൂട്ടിയാൽ ആ സെക്കൻഡിൽ വില കൂട്ടും. നികുതി കുറച്ചാലും കുറയ്ക്കണ്ടേ? ഇപ്പൊ ഇവിടെ ഉൽപാദകരെയും സ്റ്റോക്കിസ്റ്റുകളെയും ഒക്കെ കേന്ദ്ര ഗവൺമെന്റ് ഈ വിവരം നേരത്തെ അറിയിച്ചിട്ടുണ്ട്. അതായത് സെപ്റ്റംബർ മാസം 22-ാം തീയതി മുതൽ പുതിയ നികുതി നിരക്ക് വരാൻ പോവാണ് എന്ന് പറയുന്നത് എന്തിനാണ്? കൂടുതൽ സ്റ്റോക്ക് എടുത്ത് വെക്കരുത്, കൂടുതൽ ഓർഡർ കൊടുക്കരുത്, അഡ്വാൻസ് അടയ്ക്കരുത്. അതുകൊണ്ട് 1 മാസമോ 2 മാസമോ മുമ്പേ ഗവൺമെന്റ് ഇത് പറഞ്ഞ് പ്രഖ്യാപിച്ചു കഴിഞ്ഞു. അതുകൊണ്ട് ഇനി ആ ന്യായം പറഞ്ഞ ഒരു കച്ചവടക്കാരനും ഈ പറയുന്ന ആനുകൂല്യം കൊടുക്കാതിരിക്കാൻ പറ്റില്ല. ഇതൊരു വലിയ വസ്തുത. അപ്പോൾ നമ്മൾ പറയുന്നത് ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം ഈ ഒരു അവബോധം ഉണ്ടായിരിക്കണം. അതിനുവേണ്ടിയാണ് നമ്മളിപ്പോൾ ഈ ചർച്ച ചെയ്യുന്നത് എന്ന് ഞാൻ കരുതുന്നു. അല്ലെങ്കിൽ ഈ ഒരു വിഷയം ചർച്ച ചെയ്യണമെന്ന് വൈദ്യു എന്നോട് 2 ദിവസമായിട്ട് ആവശ്യപ്പെടുന്നു. സാധാരണ യൂട്യൂബ് ചാനലുകളൊക്കെ പൈങ്കിളി കാര്യത്തിന് പുറകെ പോകുമ്പോൾ ഇത്രയും സീരിയസ് ആയിട്ടുള്ള ജനോപകാരപ്രദമായിട്ടുള്ള ജനങ്ങൾക്ക് ഓരോ വീട്ടിലും 10,000 കണക്കിനല്ല ലക്ഷക്കണക്കിന് രൂപ വരുമാനം ഉണ്ടാക്കാൻ കഴിയുന്ന ഒരു സബ്ജക്ട് ജനങ്ങളിൽ എത്തിക്കണം എന്നുള്ളതിൽ തീർച്ചയായിട്ടും ഞാൻ ഈ ചാനലിനെയും ബൈജുവിനെയും അഭിനന്ദിക്കുകയാണ്. കാരണം ഇത് കേട്ടുകൊണ്ടിരിക്കുന്ന നിങ്ങളിപ്പോ ഇപ്പൊ 21 മിനിറ്റായി, നിങ്ങളൊരു 21-25 മിനിറ്റ് നേരം ഈ ഒരു ചർച്ച കേട്ടാൽ നിങ്ങളുടെ വീട്ടിൽ ലക്ഷക്കണക്കിന് രൂപ ലാഭമാണ് ഉണ്ടാകുന്നത്. ഞാൻ ഈ പറയുന്ന കാര്യങ്ങൾ ഞാൻ പത്രങ്ങളിൽ പ്രസിദ്ധീകരിച്ചതാണ്, ചാനൽ ചർച്ചകളിൽ പറഞ്ഞതാണ്, ഞാൻ എന്റെ ഫേസ്ബുക്ക് പേജിൽ ഇട്ടിട്ടുണ്ട്. ഇത് നിയമപരമായിട്ട് തെളിയിക്കാനുള്ള എല്ലാ എവിഡൻസും കയ്യിലുണ്ട്. അതുകൊണ്ട് ഈ ചർച്ച കേൾക്കുന്നവരോട് എനിക്ക് വളരെ ദയനീയമായിട്ട് ഞാൻ അഭ്യർത്ഥിക്കുകയാണ്, നിങ്ങളൊരു കാര്യം ചെയ്യണം, ഇത് ജനങ്ങളോട് പറയണം, ഇത് കച്ചവടക്കാരോട് പറയണം. ഇത് ഗവൺമെന്റ് നമുക്ക് തന്നിരിക്കുന്ന ആനുകൂല്യമാണ്, ഇത് വേറെ ആരും തട്ടിയെടുക്കാൻ സമ്മതിക്കരുത്. അതുകൊണ്ട് ബില്ല് മേടിക്കുമ്പോഴും സ്റ്റിക്കർ ഒട്ടിച്ചിരിക്കുന്നത്, ഇപ്പോ കേന്ദ്ര ഗവൺമെന്റ് പറഞ്ഞിരിക്കുന്ന ഒരു കാര്യം കൂടി പറയാം. പഴയ വിലയും പുതിയ വിലയും എന്ന് പറയുമ്പോൾ പഴയ വിലയുടെ മുകളിൽ കയറി പുതിയ സ്റ്റിക്കർ ഒട്ടിക്കും. ഗവൺമെന്റ് പറഞ്ഞു പറ്റില്ല, നിങ്ങൾ സ്റ്റിക്കർ ഒട്ടിക്കുന്നെങ്കിൽ പുതിയ വില സ്റ്റിക്കർ ഒട്ടിക്കുന്നെങ്കിൽ പഴയ വിലയുടെ മുകളിൽ ഒട്ടിക്കാൻ പാടില്ല, മാറ്റി ഒട്ടിച്ചോണം. അതുകൊണ്ട് ബഹുമാനപ്പെട്ട കൺസ്യൂമേഴ്സിനോട് എനിക്കുള്ള ഒരു അഭ്യർത്ഥന, നിങ്ങളൊരു കടയിൽ പോയി, സൂപ്പർ മാർക്കറ്റ് ആവട്ടെ സാധാരണ കടയാവട്ടെ, വില കൂടി അല്ലെ വില കുറഞ്ഞു എന്ന് പറയുമ്പം സ്റ്റിക്കർ എവിടെയാ ഒട്ടിച്ചിരിക്കുന്നത് നോക്കണം. അതായത് പുതിയ സ്റ്റിക്കർ ഒട്ടിക്കുമ്പോൾ പഴയ സ്റ്റിക്കർ അവിടെ കാണണം. എന്ന് പറഞ്ഞാൽ വില കൂടിയ സ്റ്റിക്കറാണ് പഴയത്, പുതിയ സ്റ്റിക്കർ വില കുറഞ്ഞതാണ്. നേരെ മറിച്ച് പുതിയ സ്റ്റിക്കർ ഒട്ടിച്ചു പഴയ സ്റ്റിക്കർ കാണത്തില്ലെങ്കിലോ അത് തട്ടിപ്പാണ്. ചോദ്യം ചെയ്യണം, ഏത് കട കയറിയാലും ചോദ്യം ചെയ്യണം. എന്നിട്ട് പറയണം വില കുറഞ്ഞു എന്നുള്ള സ്റ്റിക്കർ ഞങ്ങൾക്കൊന്ന് കാണണം. കാരണം കൺസ്യൂമർ ഇസ് ദ കിങ് എന്നാ പറയുന്നത്, രാജാവാണ്. നമ്മൾ അധ്വാനിച്ചുണ്ടാക്കിയ പൈസ കൊണ്ട് കൊടുത്തിട്ടാണ് ഈ സാധനം മേടിക്കുന്നത്. അപ്പൊ അത് ഗവൺമെന്റ് തന്നിരിക്കുന്ന ആനുകൂല്യം നമ്മൾ കിട്ടിയേ പറ്റും. ഇക്കാര്യത്തില് ഗവൺമെന്റിന്, ഇപ്പൊ സംസ്ഥാന ഗവൺമെന്റിന്, ഇപ്പൊ കേന്ദ്ര ഗവൺമെന്റിന് എല്ലാ കടയിലും വരാൻ പറ്റും, പക്ഷെ സംസ്ഥാന ഗവൺമെന്റിന് പറ്റും. അപ്പൊ സംസ്ഥാന ഗവൺമെന്റ് മോണിറ്ററിംഗ് സിസ്റ്റം ഉണ്ടാക്കണം. ഇപ്പൊ ഹോട്ടലുകളിൽ വില കുറഞ്ഞിട്ടുണ്ടോ, നിത്യോപയോഗ സാധനങ്ങൾ, പാലുൽപാദനങ്ങൾ വില കുറഞ്ഞിട്ടുണ്ടോ, മരുന്നിന്റെ വില കുറഞ്ഞിട്ടുണ്ടോ, അതുപോലെ മെഡിക്കൽ ഉപകരണങ്ങൾക്ക് വില കുറഞ്ഞിട്ടുണ്ടോ, ഇതൊക്കെ ചെക്ക് ചെയ്യാനാണല്ലോ സംസ്ഥാന ഗവൺമെന്റ്. അതുകൊണ്ട് സംസ്ഥാന ഗവൺമെന്റിന്റെ ഉദ്യോഗസ്ഥന്മാർ ഈ കാര്യങ്ങളൊക്കെ ചെക്ക് ചെയ്യണം, ഉറപ്പുവരുത്തണം. ജനങ്ങളിലേക്ക് ഈ തുക എത്തുന്നു എന്ന് ഉറപ്പുവരുത്തുകയാണെങ്കിൽ മലയാളിയെ സംബന്ധിച്ചിടത്തോളം ലക്ഷോപലക്ഷം രൂപയുടെ വൻപിച്ച ലാഭമാണ് ഈ GST പരിഷ്കരണത്തിലൂടെ വരാൻ പോകുന്നത്. കൂടുതൽ കാര്യങ്ങൾ എന്തെങ്കിലും നിങ്ങൾക്ക് അറിയണമെന്നുണ്ടെങ്കിൽ ഇത് സംബന്ധിച്ചുള്ള കൂടുതൽ വിശദാംശങ്ങൾ നമുക്ക് നെറ്റിൽ അവൈലബിൾ ആണ്, സോഷ്യൽ മീഡിയയിൽ അവൈലബിൾ ആണ്. അങ്ങനെ ഈ കാര്യങ്ങൾ പഠിക്കുകയും അത് ജനങ്ങളിലേക്ക് എത്തിക്കുകയും ചെയ്യണം എന്ന അഭ്യർത്ഥനയോടുകൂടി ഞാൻ ഇതിന്റെ ആമുഖം അവസാനിപ്പിക്കുകയാണ്. സാറേ, മറ്റൊന്നാണ് നമ്മൾക്കറിയാം, ഇപ്പോ ബാലഗോപാലൻ ധനമന്ത്രി, കേരളത്തിന്റെ ധനമന്ത്രി ആദ്യം പറഞ്ഞു കഴിഞ്ഞു 10,000-ലധികം കോടി നഷ്ടം വരുമെന്നുള്ളത്. അത് ഒരു മുൻകൂർ ജാമ്യമാണ് എന്നുള്ളത് അന്നം കഴിക്കുന്നവർക്കൊക്കെ അറിയാൻ പറ്റും. കാരണം ജനങ്ങൾക്ക് ഈ സർക്കാർ, കേന്ദ്ര സർക്കാർ പ്രഖ്യാപിച്ചിട്ടുള്ള ഈ ഒരു GST പരിഷ്കാരത്തിലൂടെ 1 രൂപ പോലും ജനങ്ങളിലേക്ക് എത്തരുത്, അത് സർക്കാരിന് ഖജനാവ് നിറയ്ക്കാനുള്ള ഒരു മാർഗമാക്കി മാറ്റും എന്നുള്ളതിന്റെ മുൻകൂർ ജാമ്യം തന്നെയാണ്. അത്തരത്തിലൊരു അവസ്ഥ വരികയാണെങ്കിൽ ഇവിടുത്തെ ജനങ്ങൾ, നമ്മൾക്കറിയാം, രാഷ്ട്രീയം 4 നേരം മിഷ്ടാന്ന ഭോജ്യമാക്കി തിന്ന് വർഗീയതയും ഭക്ഷിച്ച് വെള്ളം കുടിച്ച് ജീവിക്കുന്ന മനുഷ്യന്മാരാണ്. അല്ലാതെ ചിന്തകളോ അതല്ലെങ്കിൽ ഇത്തരത്തിലുള്ള സംസ്കാര സമ്പന്നമായിട്ടുള്ള അതല്ലെങ്കിൽ ബോധോദയം ഉള്ള ഒരു കാര്യവും ചെയ്യാത്ത ജനതയായി കേരള ജനത മാറിക്കഴിഞ്ഞു. അങ്ങനെ ഒരു സാഹചര്യം വരികയാണെങ്കിൽ അതിൽ കേന്ദ്രത്തിന്റെ ഇടപെടലുകൾ ഉണ്ടാവുമോ, അതോ സംസ്ഥാന സർക്കാരുകൾക്ക് എന്തും ചെയ്യാം എന്നുള്ള രീതിയിലേക്കായി മാറുമോ? എന്തായിരിക്കും സാർ അങ്ങനെ ഒരു വിശദീകരണമാണെങ്കിൽ? ഇപ്പൊ ഒരു ഉദാഹരണമായി മിൽമ പാലിന്റെ വില കുറച്ചു
എന്ന് സംസ്ഥാന സർക്കാർ പറഞ്ഞു. നല്ല കാര്യമാണ്. അപ്പൊ മിൽമ പാലിന് വില കുറച്ച് ജനങ്ങളിലേക്ക് എത്തിക്കാൻ പറ്റുമ്പോൾ കേന്ദ്രം കൊടുത്തിരിക്കുന്ന നികുതിയുടെ ഇളവ് ജനങ്ങളിലേക്ക് എത്തുകയാണ്. അപ്പം കേരള സർക്കാരിന് അഭിമാനപൂർവ്വം പറയാം, ഞങ്ങൾ വിൽക്കുന്ന മിൽമ പാലിന്റെ വില ഇതാ കുറച്ചിരിക്കുന്നു, അതുപോലെ നിങ്ങളും കുറയ്ക്കണം എന്ന് പറഞ്ഞിട്ട് കേരളത്തിലെ മുഴുവൻ പത്രങ്ങളിലും മാധ്യമങ്ങളിലും ചാനലുകളിലും യൂട്യൂബ് ചാനലുകളിലടക്കം സംസ്ഥാന സർക്കാർ പരസ്യം കൊടുക്കട്ടെ. അയ്യപ്പ സംഗമത്തിന് വേണ്ടി കോടികൾ മുടക്കി പരസ്യം ചെയ്യുന്നുണ്ടല്ലോ, അതുപോലെ എന്തെല്ലാം കാര്യങ്ങൾക്ക് വേണ്ടി പരസ്യം ചെയ്യുന്നുണ്ട്. അതൊക്കെ സർക്കാരിലെ രാഷ്ട്രീയക്കാർക്ക് മാത്രമുള്ള നേട്ടത്തിന് വേണ്ടിയുള്ള പരസ്യം. ഇത് ജനങ്ങൾക്ക് വേണ്ടിയുള്ള ഒരു പരസ്യം കൊടുക്കട്ടെ, സംസ്ഥാന സർക്കാർ കൊടുക്കട്ടെ. നിങ്ങൾ നോക്കൂ, കേന്ദ്ര സർക്കാർ കൊടുത്തിട്ടുണ്ടല്ലോ. കേരളത്തിന്റെ തെരുവീഥികളിൽ പച്ച മലയാളത്തിൽ കേന്ദ്ര ഗവൺമെന്റ് ഈ കാര്യങ്ങളൊക്കെ പരസ്യമായിട്ട് കൊടുത്തിട്ടുണ്ട്. പരസ്യ പലകകൾ നമുക്ക് കാണാൻ പറ്റും, പെട്രോൾ പമ്പുകളിലൊക്കെ ഉണ്ട്. സംസ്ഥാന സർക്കാർ ഈ തരത്തിൽ പരസ്യം കൊടുക്കട്ടെ. എന്നിട്ട് ഞാനിപ്പോൾ ഇവിടെ വിശദീകരിച്ചതുപോലെയുള്ള ഇന്ന ഐറ്റങ്ങൾക്കെല്ലാം ഇത്ര രൂപ ടാക്സ് കുറച്ചിട്ടുണ്ട്, അതിന്റെ ആനുകൂല്യം ജനങ്ങൾ ചോദിച്ചു വാങ്ങുക എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പരസ്യം സംസ്ഥാന സർക്കാർ കൊടുക്കുകയാണെങ്കിൽ ഈ പറയുന്ന തട്ടിപ്പ് നടക്കില്ല. അത് കൊടുക്കുന്നില്ല എങ്കിൽ അതിന്റെ അർത്ഥം സംസ്ഥാന സർക്കാർ തട്ടിപ്പിന് കൂട്ടുനിൽക്കുന്നു എന്ന് തന്നെയാണ്. അത് ജനങ്ങളാണ് തിരിച്ചറിയേണ്ടത്. ജനകീയമായിട്ടുള്ള പ്രതിഷേധങ്ങളാണ് ഇതിൽ വേണ്ടത്. ഏതായാലും ജനങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, സാധാരണക്കാരായിട്ടുള്ള ഓരോ വീട്ടിലേക്ക് ഒരു വർഷം ഏറ്റവും കുറഞ്ഞത് 1.5 ലക്ഷം മുതൽ ഏറ്റവും കൂടിയത് ഇപ്പൊ കാറൊക്കെ മേടിക്കുന്നവർക്കാണെങ്കിൽ 4 ലക്ഷം 5 ലക്ഷം വരെ ഉള്ള ലാഭം കൊടുത്തു കഴിഞ്ഞു. ഇനി കാറ് മേടിക്കുന്നില്ല എങ്കിൽ പോലും ടി വി മേടിക്കുന്നുണ്ടല്ലോ, ഫ്രിഡ്ജ് മേടിക്കുന്നുണ്ടല്ലോ, AC മേടിക്കുന്നുണ്ടല്ലോ, അത്തരം കാര്യങ്ങളൊക്കെ മലയാളി മേടിക്കേണ്ടി വരുന്നുണ്ടല്ലോ. അതൊക്കെ മേടിക്കുമ്പോൾ തന്നെ ഇത് ചോദിക്കണം, എത്ര രൂപയുടെ വ്യത്യാസം ഉണ്ടായി എന്ന് ചോദിക്കണം. അതുപോലെ ഓരോ സാധനം, പാലുൽപ്പന്നങ്ങൾ, ബേക്കറി ഉൽപ്പന്നങ്ങൾ, ഹോട്ടൽ ഭക്ഷണം, അതുപോലെ ലോഡ്ജിൽ മുറിയെടുക്കുമ്പോൾ എല്ലാ കാര്യങ്ങളിലും നമ്മൾ ഇത് ചോദിക്കണം. നമുക്കിത് അറിയാം, ഇത്ര ശതമാനമാണ്. ഈ ശതമാന കണക്കൊന്ന് കയ്യിൽ വെച്ചിട്ട് ഞാൻ ഈ പറഞ്ഞ വീഡിയോ പലതവണയൊന്ന് കാണുക, ഞങ്ങളുടെ ഈ ചർച്ച വീണ്ടും വീണ്ടും കാണുക. അതിലെല്ലാ കണക്കും ഞാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോ ഹോട്ടലിൽ ചെല്ലുമ്പോൾ, ലോഡ്ജിൽ ചെല്ലുമ്പോൾ, പലചരക്ക് മേടിക്കുന്ന കടയിൽ ചെല്ലുമ്പോൾ, സൂപ്പർ മാർക്കറ്റിൽ ചെല്ലുമ്പോൾ കൃത്യമായിട്ട് പറയും, ഇത്ര ശതമാനമാണല്ലോ ഇതിന്റെ ടാക്സ്, നിങ്ങൾ എവിടെയാ കുറച്ചത് കാണിക്കൂ, അതിന്റെ സ്റ്റിക്കർ എവിടെ എന്ന് ചോദിക്കുന്ന ഒരു അവയർനെസ് മലയാളിക്കുണ്ടായാൽ നമുക്ക് ഈ ആനുകൂല്യം കിട്ടും. അതല്ല എങ്കിൽ ഒരു പക്ഷേ നമ്മളെ കബളിപ്പിക്കാനും സാധ്യതയുണ്ട്. അങ്ങനെയാണ് നമുക്ക് ഈ ആനുകൂല്യം മേടിക്കാൻ കഴിയുക. ഇതാണ് കേരള ഗവൺമെന്റ് ഉറപ്പുവരുത്തേണ്ടത്. മാന്യജനങ്ങളെ, പ്രേക്ഷകരെ, ഇനിയെങ്കിലും ശ്രദ്ധിക്കുക. കാരണം ലക്ഷക്കണക്കിന് രൂപയാണ് GST പരിഷ്കാരത്തിലൂടെ കേന്ദ്ര സർക്കാർ ഓരോ വീടുകളിലേക്കും, വീട്ടമ്മമാർ തുടങ്ങി കുഞ്ഞു മക്കളടക്കമുള്ള ആളുകളിലേക്ക് എത്തിച്ചിട്ടുള്ളത്. ഇനി അതിന്റെ ഗുണഭോക്താക്കളെ നിങ്ങൾ ആവണമെന്നുണ്ടെങ്കിൽ, നിങ്ങൾക്ക് ആ ലക്ഷങ്ങളുടെ ആനുകൂല്യം കിട്ടണമെന്നുണ്ടെങ്കിൽ അതിന് നിങ്ങൾ രാഷ്ട്രീയവും ജാതിയും മതവും മാറ്റിവെച്ചുകൊണ്ട്, കേന്ദ്ര വിരുദ്ധത മാറ്റിവെച്ചുകൊണ്ട്, RSS BJP വിരുദ്ധത മാറ്റിവെച്ചുകൊണ്ട് ചിന്തിച്ചാൽ നിങ്ങൾക്ക് ആ ഒരു ആനുകൂല്യം കിട്ടുമെന്നുള്ളത് മാത്രമേ പറയാനുള്ളൂ. കാരണം കേരളം എന്ന സംസ്ഥാനം എത്രത്തോളം അധപ്പതിച്ചു എന്നുള്ളത് ചിന്തിക്കുന്നവർക്ക് ദൃഷ്ടാന്തമുണ്ട്. എന്ത് വികസനം നടത്തി കഴിഞ്ഞാലും, കേരളത്തിലെ ജനങ്ങൾക്ക് ഓരോ രൂപ കൊടുത്തു കഴിഞ്ഞാലും അതിലൊക്കെ രാഷ്ട്രീയം കണ്ടുകൊണ്ട് അതിനെതിരെ തിരിഞ്ഞു നിൽക്കുന്ന, ഇവിടുത്തെ രാഷ്ട്രീയ കോമരങ്ങൾക്ക് കൂട്ടുനിൽക്കുന്ന, നാടിനെ ഒറ്റുന്ന രാജ്യദ്രോഹികൾക്ക് കൂട്ടുനിൽക്കുന്ന ഒരു വിഭാഗമായി ഇനിയെങ്കിലും കേരള ജനത മാറാതിരിക്കട്ടെ എന്ന് മാത്രമേ പറയാനുള്ളൂ. ആര് ഭരിക്കുന്നു എന്നുള്ളതല്ല, ഭരിക്കുന്നതിലൂടെ ജനങ്ങൾക്ക് ജനോപകാരപ്രദമായിട്ടുള്ള കാര്യങ്ങൾ കിട്ടുന്നുണ്ടോ എന്ന് മാത്രം ശ്രദ്ധിക്കുക, അതിൽ കൃത്യമായിട്ടും വീക്ഷിക്കുക എന്ന് മാത്രമേ പറയാനുള്ളൂ. ജയസൂര്യൻ സാർ കൃത്യമായിട്ടും ഈ GST പരിഷ്കാരത്തിലൂടെ കേന്ദ്ര സർക്കാർ ലക്ഷക്കണക്കിന് രൂപ ഓരോ വീടുകളിലേക്കും എത്തിക്കുന്നു എന്നുള്ള വലിയ വിലയേറിയ വിവരങ്ങളാണ് തന്നിട്ടുള്ളത്. അത് മാക്സിമം ആളുകളിലേക്ക് എത്തിക്കുക, മാക്സിമം അത് ആളുകളിലേക്ക് എത്തേണ്ടതുണ്ട്. ഇത്തരം കാര്യങ്ങൾ എത്തിക്കാനൊന്നും നമ്മൾക്ക് ബുദ്ധിമുട്ടായിരിക്കുമെന്ന് അറിയാം. എന്നിരുന്നാലും വീണ്ടും നിർബന്ധ ബുദ്ധിയോടുകൂടി തന്നെ പറയുകയാണ്, കേന്ദ്ര സർക്കാർ നമ്മൾക്ക് തരുന്ന ഈ സമ്മാനം എല്ലാവർക്കും കിട്ടട്ടെ. ഇലക്ഷനോ തിരഞ്ഞെടുപ്പ് വാഗ്ദാനങ്ങളോ തിരഞ്ഞെടുപ്പോ അല്ല കേന്ദ്ര സർക്കാരിന് മുൻപിലുള്ളത്. ഈ നാടിന്റെ നന്മയാണ് എന്നുള്ളത് മാത്രം ചിന്തിക്കാനുള്ള ശേഷി ഇനിയെങ്കിലും കേരളത്തിലെ ജനങ്ങൾക്ക് ഉണ്ടാവട്ടെ എന്ന് ആശംസിക്കാം. ജയസൂര്യൻ സാർ, ഒരുപാട് നന്ദി. ഇത്രയും വിശദ വിവരങ്ങൾ ഇത്രയും ലളിതമായി തന്നെ പറഞ്ഞു തന്നതിന്. മറ്റൊരു വിഷയമായിട്ട് നമുക്ക് വീണ്ടും വരാം. അതുവരെ തൽക്കാലം ഈ സെഷനോടെ വൈൻഡപ്പ് ചെയ്യാം. നന്ദി, നമസ്കാരം. ജയ് ഹിന്ദ്, ജയ് ശ്രീറാം.